ശബരിമല കേസിൽ പലരും അറസ്റ്റിലായി. വാസു, പത്മകുമാർ അടക്കമുള്ള CPM നേതാക്കൾ അറസ്റ്റിലായി. അന്വേഷണ സംഘം ശരിയായ വഴിയിലേക്കാണ് പോകുന്നതെന്ന ധാരണ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തർക്കുമുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഈ അന്വേഷണ സംഘം പോകുന്നത് ശരിയായ വഴിയിലല്ലെന്ന് കെ സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹം പല ഗുരുതരമായ ആരോപണവും അന്വേഷണ സംഘത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, സോളാർ സമരം ഉൾപ്പെടെ പല അഴിമതി കഥകളും അതോടൊപ്പം തന്നെ വിവാദങ്ങളും കേരളത്തിൽ ചർച്ചയാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ ഈ കെ സുരേന്ദ്രന്റെ വാക്കുകൾ നമുക്കങ്ങനെ പുച്ഛിച്ച് തള്ളാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നതിലും ചില വാസ്തവമില്ലേ എന്ന് നാം ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ സംഘം കോടതിയെ പറ്റിക്കുകയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ആരോപണം. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന്റെ എല്ലാ വിശദാംശങ്ങളും കോടതിയെ അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ നിർദ്ദേശം. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കുന്നില്ലെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. മുരാരി ബാബു ആയാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാലും വാസു ആയാലും പത്മകുമാറായാലും അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ പറയുന്ന വിവരങ്ങൾ കോടതിയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല, കോടതിയിൽ എത്തിക്കുന്നില്ല, ഇവർ കേട്ട് കളയുകയാണെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. അദ്ദേഹം ചില മൊഴികളും പറയുന്നുണ്ട്. പോറ്റി ആദ്യം കൊടുത്ത മൊഴിയിൽ കടകംപള്ളിയും അതോടൊപ്പം തന്നെ വാസവന്റെയും പേരുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും SIT കോടതിയെ അറിയിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കടകംപള്ളി മുൻ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് ചോദ്യം ചെയ്യും. അതിൽ ഇദ്ദേഹത്തിന്റെ പങ്കെന്താണ്? പത്മകുമാറിന് നിർദ്ദേശം നൽകിയതും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുത്ത് ചില ലെറ്ററുകൾ വിവരങ്ങൾ നൽകിയതുമെല്ലാം കൊടുത്തുവിട്ടതെല്ലാം കടകംപള്ളിയാണെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അക്കാര്യം അവർ കോടതിയെ അറിയിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയല്ല, അയ്യപ്പ സംഗമം നടത്തിയ നിലവിലെ മന്ത്രി വാസവന്റെ പേരും ഉന്നയിച്ചതായി സുരേന്ദ്രൻ പറയുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണല്ലോ. ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ, ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ട് ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? ഇനി കൃത്യമായി തന്നെ പിടികൂടുകയാണെങ്കിൽ ഈ രണ്ട് മന്ത്രിമാരും പ്രശാന്തും അടക്കമുള്ളവർ ജയിലിലാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ വിശ്വാസമാണല്ലോ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ സംഘം കൃത്യമായി തന്നെ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 3 പേരുകാരും ഈ അന്വേഷണ സംഘത്തിന്റെ വലയിലാകും. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതികൾക്ക് മുഴുവൻ സർക്കാരിൽ സ്വാധീനമുണ്ട്. അപ്പോൾ ഇത്രയും ആലസ്യത്തിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്നെ ബന്ധപ്പെട്ട് നോക്കൂ. ഇദ്ദേഹത്തിനെതിരെ, ആ പ്രതിക്കെതിരെ, ആ കള്ളനെതിരെ ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ടും അദ്ദേഹത്തെ എത്ര ദിവസം കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് എന്താണ്? പല തെളിവുകളും കത്തിച്ച് കളഞ്ഞില്ലേ, നശിപ്പിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു അവസരം കൊടുത്തത് ആരാണ്? ഈ കത്തിയ രേഖകളുടെ ചാമ്പലെടുക്കാനാണോ കോടതി ഈ SITയെ നിയമിച്ചിരിക്കുന്നത്? ഈ അന്വേഷണം എന്താണ്? ആ സ്വർണ്ണപ്പാളി കട്ടെടുത്തവന്മാരെ അതിവേഗത്തിൽ പിടികൂടുക, അതിന്റെ തെളിവുകൾ ഹാജരാക്കുക. തെളിവുകളില്ലെങ്കിൽ ഇവർ രക്ഷപ്പെടില്ലേ? അതാണല്ലോ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. ആദ്യം ഈ പ്രതികളെ പിടിച്ചകത്തിടും. പക്ഷെ ഈ പ്രതികൾക്ക് അനുകൂലമായ രേഖകൾ, തെളിവുകൾ, അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുകയാണ് എല്ലാ കാലത്തും അന്വേഷണ സംഘം ചെയ്യുന്നത്. കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിക്കുന്നില്ല. കോടതിയിൽ എത്തിച്ചാൽ മാത്രമാണല്ലോ ഈ പ്രതികളെ നമുക്ക് തെളിവിന് മുന്നിൽ, ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയൂ. ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മാത്രമല്ലേ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയൂ. പക്ഷെ ഇവർ കുറ്റക്കാരെന്ന് തെളിയിക്കുന്ന ആ പ്രധാനപ്പെട്ട തെളിവുകൾ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ പല കേസുകളിലും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല? അവിടെയാണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയവും ഒത്തുകളിയും എല്ലാം ജനങ്ങൾ സംശയിക്കുന്നത്. അത് തന്നെ ഇവിടെ സംഭവിക്കുമെന്ന് സാധാരണക്കാർക്ക് സംശയമുണ്ട്. ആ സംശയത്തിനിടയിലാണ് കെ സുരേന്ദ്രന്റെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഭരണത്തിൽ അത്രയും സ്വാധീനമുള്ളവരാണ് പ്രതികൾ.
അവർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കും. അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് വൈകുകയാണ്. തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വൈകുന്നതെന്ന് അന്വേഷണ സംഘത്തിനെതിരെ സുരേന്ദ്രന് ആരോപണം ഉന്നയിക്കും മുൻപ് തന്നെ ജനങ്ങൾക്കറിയാം. കാരണം ഇതെന്താ ഒരാഴ്ച എടുത്താണ് ഈ അറസ്റ്റുകൾ നടക്കുന്നത്. അപ്പോൾ പറയും കൃത്യമായ തെളിവുകൾ കണ്ടെത്താനാണ്. അത് നമുക്കറിയാം. ഇനി ഇതിന്റെ അവസാനം അറിയാം എത്രത്തോളം തെളിവുകൾ ഇവർ ഹാജരാക്കിയെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് ഒന്നിലധികം ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നീടാണ് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. വാസുവിനെ അറസ്റ്റ് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞാണ് പത്മകുമാറിനെ അറസ്റ്റ് ആവുന്നത്. എന്തുകൊണ്ട് ഇവരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവർക്ക് അവസരം നൽകുകയല്ലേ നിയമോപദേശം തേടാൻ. നിയമോപദേശം തേടുന്നത് എന്തിനാണ്? ഇവർ ഒരു കേസിൽ പ്രതിയാകുന്നു. ഇവർക്ക് താഴെയുള്ളവർ അറസ്റ്റിലാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായി തന്നെ വക്കീലന്മാരെ കണ്ട് നിയമ വിദഗ്ധരെ കണ്ട് എങ്ങനെ മൊഴി കൊടുക്കണം, എങ്ങനെ രക്ഷപ്പെടണം എന്നെല്ലാം ചിന്തിച്ച ശേഷം അങ്ങനെ വീട്ടിൽ കാത്തിരിക്കുമ്പോഴായിരിക്കും ഈ അന്വേഷണ സംഘം വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ, പത്മകുമാറിന്റെ പേര് ആദ്യം തന്നെ ഉയർന്നു വന്നു. അപ്പോൾ അദ്ദേഹം നിയമപാലകരെ സമീപിക്കാതിരിക്കുമോ? നിയമോപദേശം തേടാതിരിക്കുമോ? തന്നെ പിടികൂടുമ്പോൾ താൻ എങ്ങനെ മൊഴി കൊടുക്കണമെന്ന് നിയമോപദേശം തേടാതിരിക്കുമോ? അതിനുള്ള അവസരമാണ് നിലവിൽ CPM സർക്കാർ ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ഈ പ്രതികളെ കൃത്യമായി പൂട്ടിയില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. സാധാരണക്കാരായ ഭക്തജനങ്ങൾ തങ്ങളുടെ ഊണും ഉറക്കവും കളഞ്ഞ് സമ്പത്തുണ്ടാക്കി ചെറിയൊരു വിഹിതം അത് ഇത്തരം ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അത് തട്ടിയെടുക്കുകയാണല്ലോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും. അതോടൊപ്പം തന്നെ ഇത്തരക്കാരെ പിടികൂടിയില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടാകും. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇന്ന് സ്വർണ്ണപ്പാളിയാണെങ്കിൽ നാളെ അവർ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പോകുന്നത് വിഗ്രഹങ്ങളായിരിക്കും. വിഗ്രഹങ്ങൾ ഇപ്പോൾ ആറാലുമൂട് നമുക്കറിയാം. തിരുവനന്തപുരം ആറാലുമൂട് പോലുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ പോലും തുറക്കാൻ അനുവദിക്കുന്നില്ല. ഈ സർക്കാരിന്റെ ആ സേവനം കൊണ്ട്, മതേതരത്വം കൊണ്ട്. ജിഹാദികളുടെ പരാതിയിൽ ക്ഷേത്രം തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അകത്തു കയറുമ്പോൾ സ്വർണപ്പാളിയും അതോടൊപ്പം തന്നെ മറ്റ് സ്വർണങ്ങളും അടിച്ചു മാറ്റുന്നു. അകത്തു കയറുമ്പോൾ, ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ. പുറത്ത് നിൽക്കുമ്പോഴാണെങ്കിൽ ക്ഷേത്രത്തെ അടച്ചുപൂട്ടുകയാണ്. അങ്ങനെയാണ് സഖാക്കളുടെ നയം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാലും നെയ്യാറ്റിങ്കര നഗരസഭയുമായി ബന്ധപ്പെട്ടാലും അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരണം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ പാർട്ടി നിയന്ത്രിക്കുന്ന ഇടങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് കേരളം നിലവിൽ മാറിയിരിക്കുന്നത്.